ഞാൻ ഡോക്ടർ സ്റ്റാൻലി ജോൺസ്. ഞാനൊരു റിട്ടയേർഡ് സീനിയർ സിദ്ധ മെഡിക്കൽ ഓഫീസറാണ്. ഗവൺമെൻറ് സർവീസിൽ നിന്ന് റിട്ടയറായി. ഇപ്പം ഞാൻ സ്വന്തമായിട്ട് ക്ലിനിക്ക് നടത്തുന്നുണ്ട്. അതുകൂടാതെ എനിക്കൊരു ഫാർമസി ഉണ്ട്. വളരെ ഇഫക്റ്റീവായിട്ട് ചില പ്രോഡക്ട്സ് ഞാനിപ്പോൾ മാനുഫാക്ചർ ചെയ്ത് ആമസോണിൽ കൂടി മറ്റും പ്രധാനപ്പെട്ട ചില സൂപ്പർ മാർക്കറ്റ് വഴിയും അത് ജനങ്ങളിൽ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. സിദ്ധ എന്ന് പറയുന്നത് വളരെ പഴക്കം ചെന്ന ഒരു ചികിത്സാ സമ്പ്രദായമാണ്. ലോകത്തിൽ തന്നെ ഏറ്റവും പഴക്കം ചെന്ന ഒരു ചികിത്സയാണ് സിദ്ധ മെഡിസിൻ അല്ലെങ്കിൽ സിദ്ധ വൈദ്യം എന്ന് പറയുന്നത്. മാറാരോഗങ്ങൾ പലതിനും ഫലപ്രദമായ നല്ല ഒരു ചികിത്സ സിദ്ധയിലുണ്ട്. സിദ്ധയിൽ പല തരത്തിലുള്ള മരുന്നുകളാണ് ഇന്ന് ഉൽപ്പാദിക്കുന്നത്. പ്ലാന്റ്സ്, ഹെർബ്സ്, മിനറൽസ്, മെറ്റൽസ്, ജീവികൾ കൊണ്ടുള്ള പല സാധനങ്ങൾ എന്നിവ കൊണ്ടാണ് പലതരം മരുന്നുകൾ. 32 തരത്തിലുള്ള ഇൻറ്റേർണൽ മെഡിസിൻസും 32 തരത്തിലുള്ള എക്സ്റ്റേണലായിട്ട് ഉപയോഗിക്കുന്ന മരുന്നുകളും. 32 എന്ന് പറയുമ്പോൾ ഓരോന്നിലും 10, 50, 60 മരുന്നുകളുണ്ടാവും. അപ്പോൾ 100 കണക്കിൽ മരുന്നുകൾ സിദ്ധ ഫാർമക്കോപ്പിയയിൽ ഉണ്ട്. കേരളത്തിൽ ഇപ്പോൾ ഏതാണ്ട് ഗവൺമെൻറ് തലത്തിൽ ഡിസ്പെൻസറികൾ പ്രവർത്തിച്ച് വരുന്നുണ്ട്. ഒരു 20 ബെഡഡ് ഗവൺമെൻറ് സിദ്ധ ഹോസ്പിറ്റൽ കേരളത്തിൽ ഇപ്പോൾ പ്രവർത്തിച്ച് വരുന്നുണ്ട്. അതുകൂടാതെ ഒരു സിദ്ധ മെഡിക്കൽ കോളേജ് കേരളത്തിൽ പ്രവർത്തിച്ച് വരുന്നത്. അത് പ്രൈവറ്റ് മേഖലയിലാണ്. ഞാൻ ഇന്ന് ഇവിടെ എന്നെ സമീപിക്കുന്ന പലതരം രോഗികളിൽ അധികമായിട്ട് എന്നെ സമീപിക്കുന്നത് നമ്മുടെ കാല് തൊട ഇടുക്കുകളിൽ ചൊറിച്ചൽ, ആ ഭാഗം കറുത്തു പോകുന്നത്, അസഹ്യമായ ചൊറിച്ചൽ, പിന്നെ കഷ്ടത്തിൽ കൈ ഇടുക്കുകളിൽ, അണ്ടർ ആംസ് എന്ന് പറയുന്ന അവിടെ, അതുപോലെ പല സ്ത്രീകളിലും ബ്രസ്റ്റിൻ്റെ അടിഭാഗം ചൊറിച്ചലും കറുപ്പും, പിന്നെ കാലിൽ ചൊറിച്ചൽ, കറുപ്പ്. ഇത്തരം രോഗികൾക്ക് നല്ല ഫലപ്രദമായ ചികിത്സ സിദ്ധയിലുണ്ട്. അതിനെക്കുറിച്ച് മാത്രമാണ് ഞാനിപ്പോൾ ഇന്ന് പ്രേക്ഷകരുടെ അടുത്ത് എനിക്ക് പറയുവാനുള്ളത്. ഇത് കാരണം ബുദ്ധിമുട്ടുകൾ ധാരാളം അനുഭവിക്കുന്ന ആൾക്കാർ കൂടുതലുള്ള കാരണം കൂടിയാണ് ഞാൻ ഈ കാര്യം ആദ്യമായിട്ട് ഈ ചാനലിൽ ഞാൻ പറയുന്നത്. ഇതിന് പ്രധാന കാരണമായിട്ട് ഞാൻ കണ്ടുപിടിച്ചിട്ടുള്ളത് അമിതവണ്ണം ഇത്തരം ചൊറിച്ചലുകളും അണ്ടർ ആംസ് തുടങ്ങിയ ഭാഗങ്ങളിൽ കളർ മാറുന്നതും ഒരു കാരണമായിട്ടുണ്ട്. അതുകൂടാതെ അമിതമായിട്ട് വിയർക്കുന്നത് കാരണം, ജോലി കാരണങ്ങൾ കൊണ്ടും മറ്റു പല കാരണങ്ങൾ കൊണ്ടും കൂടുതൽ വിയർക്കുന്നത് കൊണ്ടും, പിന്നെ ബോഡി അമിതമായിട്ട് ചൂടാകുന്നത് കൊണ്ടും, ശരീരത്തിൻ്റെ നേച്ചർ വെച്ച് നോക്കുമ്പോൾ ചിലർക്ക് ചൂടുള്ള ശരീരപ്രകൃതി, മറ്റു ചിലർക്ക് മീഡിയം സൈസ്, മീഡിയം റേഞ്ചിലുള്ള ചൂട്, ബോഡി ഹീറ്റ്, ഇനിയും ചിലർക്ക് തണുപ്പ് അമിതമായിട്ട് കാണുന്നുണ്ട്. ചൂടുള്ളവരിലാണ് ഇത്തരം ചൊറിച്ചലുകളും, കാലിടുക്കിൽ ചൊറിച്ചൽ, കൈ ഇടുക്കുകളിൽ, കക്ഷത്തിൽ, ബ്രസ്റ്റിൻ്റെ താഴ്ഭാഗം ചൊറിച്ചൽ, ഇതെല്ലാം അമിതമായ ചൂടുള്ളവർക്കാണ് വരുന്നത്. ഇത് ചൂടുണ്ടാക്കുന്ന കാരണങ്ങൾ പലതുണ്ട്. കൂടുതൽ ടെൻഷൻ ഉള്ളവർക്ക് ബോഡി ഹീറ്റാവും. അതുപോലെ തന്നെ ഉറക്കക്കുറവ് നമ്മുടെ ശരീരത്തിൽ അധികമായിട്ട് ചൂട് ഉണ്ടാക്കുന്നു. അത് കാരണം പലതരം അസുഖങ്ങൾ വരുന്നുണ്ട്. ഇത്തരം ഞാൻ പറഞ്ഞ കാലിടുക്കിൽ വരുന്ന ചൊറിച്ചൽ,
കൈയെടുക്കൽ വരുന്ന ചൊറിച്ചൽ, അത് കൂടാതെ ഉറക്കക്കുറവ് കാരണം തല മുടി കൊഴിച്ചൽ, മുഖത്തിൽ കറുത്ത പാടുകൾ വരുന്നത്, പലരിലും മുഖം കണ്ണിനെ ചുറ്റി കറുത്ത പാടുകൾ ഉണ്ടാകുന്നത്, ഇതെല്ലാം ഉണ്ടാകുന്നു. അപ്പോൾ ചൂട് കുറയ്ക്കാൻ എന്ത് ചെയ്യണം, അതിനെക്കുറിച്ച് ആലോചിക്കണം. ചൂട് ഇല്ലാതിരിക്കാൻ എന്ത് ചെയ്യണം, അതിനെക്കുറിച്ചും ഞാൻ ചെറുതായിട്ടൊന്ന് വിശദീകരിക്കാം. നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളിൽ പലതും ശരീരത്തിന് ചൂട് വർദ്ധിക്കുന്ന സാധനങ്ങളാണ്. ഉദാഹരണമായിട്ട് കോഴിമുട്ട, കോഴിയിറച്ചി, പൈനാപ്പിള്, പപ്പായ, ഇവയെല്ലാം തന്നെ, അച്ചാറുകൾ, തൈര് ഡ്രൈനെസ് ഉണ്ടാക്കുന്നുണ്ട്, ബോഡി ഹീറ്റ് ആവാനും അത് സഹകരിക്കുന്നുണ്ട്. ബോഡി തണുക്കാൻ ഒറ്റ സാധനമേ ഉള്ളൂ, അത് പാലാണ്. പാൽ അമിതമായിട്ട് കുടിക്കുന്നത് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ല കാര്യമാണ്. പാൽ കുടിക്കാതെ പല സ്ത്രീകൾക്കും ഈ ശരീരത്തിൽ ഇതുപോലുള്ള അസുഖങ്ങൾ ഉണ്ടാകുകയും സ്കിന്ന് ഡ്രൈ ആകുകയും, പാൽ കൂടുതൽ കുടിച്ചാൽ സ്കിന്ന് സ്മൂത്താവും, തൈര് കൂടുതൽ കഴിച്ചാൽ സ്കിന്ന് ഡ്രൈ ആവും. ഈ ഡ്രൈനെസ് മാറ്റുവാനും സ്മൂത്താവാനും പാല് ധാരാളം കുടിക്കേണ്ട അത്യാവശ്യമാണ്. കഫക്കെട്ട് തുടങ്ങിയ പല അസുഖങ്ങൾ കാരണം ബുദ്ധിമുട്ടുന്നവർ പാല് കൂടുതൽ കഴിച്ചാൽ അവർക്ക് കഫത്തിൻ്റെ ശല്യം കൂടും, ചിലപ്പോൾ ചുമ ഉണ്ടാവും. അതുകൊണ്ട് അവർ കൂടുതലായിട്ട് പാല് കുടിക്കണ്ട, എന്നാലും കുറേശ്ശെങ്കിലും പാല് കുടിച്ച് ശീലിക്കണം. പിന്നെ ഇതിന് ചികിത്സ എന്ന് വരുമ്പോൾ പലതരത്തിലുള്ള മരുന്നുകൾ ഞങ്ങളുടെ സിദ്ധയിൽ ലഭ്യമാണ്. പക്ഷേ എൻ്റെ സ്വന്തം അനുഭവത്തിൽ സ്കിൻ ക്യൂർ എന്നുള്ള ഒരു ഓയിൽ വളരെ പോപ്പുലറാണ്, വളരെ ഫേമസ് ആണ്, വളരെ ഇഫക്റ്റീവാണ്. സ്കിൻ ക്യൂർ ഓയിൽ ഈ കാല് ചൊറിയുന്ന തുട ഇടുക്കുകളിൽ 3-4 പ്രാവശ്യം പുരട്ടുകയും, അതുപോലെ ബ്രസ്റ്റിൻ്റെ താഴ്ഭാഗത്ത് ചൊറിച്ചിലുള്ള ഭാഗത്ത് പുരട്ടുകയും, കാലിൻ്റെ അടിഭാഗത്ത് ഡ്രൈ സ്കിന്നും ഈ കറുത്ത കളറും ഉണ്ടെങ്കിൽ, ചൊറിച്ചലുണ്ടെങ്കിൽ അവിടെ പുരട്ടുകയും, അണ്ടർ ആംസിൽ ഇതുപോലെ ചൊറിച്ചലും കളർ വ്യത്യാസവും ഉണ്ടെങ്കിൽ അവിടെ പുരട്ടുകയും ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് ആ ചൊറിച്ചൽ പൂർണ്ണമായിട്ടും മാറിക്കിട്ടുന്നുണ്ട്. പക്ഷേ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. പലതരം ത്വക്ക് രോഗങ്ങളും ചികിത്സിക്കുമ്പോൾ മാറും. പക്ഷേ ചികിത്സ കഴിഞ്ഞ് കുറച്ച് കാലം കഴിയുമ്പോൾ അവരുടെ ഭക്ഷണ രീതികളിലും മറ്റും പല റീസൺസ് കൊണ്ട് ഇത് വീണ്ടും തിരിച്ച് വരുന്നു. പല ത്വക്ക് രോഗങ്ങളും റെക്കറിങ് നേച്ചർ ഉള്ളതാണ്. അതുകൊണ്ട് അസുഖം മാറിയാലും ഈ ഞാൻ പറഞ്ഞ സ്കിൻ ക്യൂർ ഓയിൽ കുറച്ച് കാലത്തേക്ക് കൂടെ തുടർന്ന് അത് പുരട്ടുക. അങ്ങനെ ചെയ്യുവാണെങ്കിൽ ഈ ത്വക്ക് രോഗങ്ങൾ റൂട്ട് ഔട്ടായി പോകും, കാലറ്റ് പോകും എന്നതിൽ യാതൊരു സംശയവുമില്ല. ഇത് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. ഇന്ന് ഏതാണ്ട് 30% ആൾക്കാർക്ക് ഈ ബുദ്ധിമുട്ടുകൾ ഉണ്ട് എന്നുള്ളത് ഞാൻ വളരെ ശ്രദ്ധയോട് ഗവനിച്ച ഒരു കാര്യമാണ്. എനിക്ക് വരുന്ന പേഷ്യൻസിനെ വച്ചും അവരുടെ അസുഖങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഏതാണ്ട് 30%-ലധികം ആൾക്കാർക്ക് ഈ അസുഖം വരുന്നുണ്ട്. അതുകൊണ്ട് അത് മാറ്റാൻ ബോഡി ഹീറ്റ് ആവാതെ നോക്കുക, തടി കൂടാതിരിക്കാൻ നോക്കുക, വിയർപ്പ് കൂടുതലും വരാതെ നോക്കുക, ബോഡിയുടെ ചൂട് കുറയ്ക്കാൻ പാല് ധാരാളം കുടിക്കുക, ചൂട് കൂട്ടുന്ന ഭക്ഷണങ്ങളായ കോഴിമുട്ട, കോഴിയിറച്ചി, പൈനാപ്പിൾ, അച്ചാറുകൾ, തൈര് ഇതെല്ലാം ഒഴിവാക്കുക. ചൊറിച്ചലുണ്ടാക്കാൻ പ്രധാന ഒരു കാരണമായിട്ട് ഞാൻ കണ്ടുപിടിച്ചിട്ടുള്ളത് അമിതമായിട്ട് മീൻ കഴിക്കുന്നവരാണ്. കഴിയുന്നതും മീൻ കഴിക്കുന്നത് ഒഴിവാക്കുക, മീൻ കഴിക്കാതിരിക്കുക. അസുഖം മാറിയാലും കുറച്ച് കാലത്തേക്ക് മീൻ കഴിക്കാതിരിക്കുകയാണെങ്കിൽ വീണ്ടും അസുഖം വരുന്നത് തടയുവാൻ സാധിക്കും. പിന്നെ ടെൻഷൻ വരാതെ നോക്കുക, നന്നായിട്ട് കിടന്ന് ഉറങ്ങുക, ദിവസവും നമ്മുടെ ശരീരം വൃത്തിയായി സൂക്ഷിക്കുക, ദിവസവും കുളിക്കുക,
നല്ല ചോർച്ചലുണ്ടെങ്കിൽ പറ്റുമെങ്കിൽ ചെറിയ ചൂടുവെള്ളത്തിൽ കുളിക്കുക, തണുപ്പ് ഒഴിവാക്കുക. തണുപ്പും പുളിപ്പും ഒഴിവാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഞങ്ങളുടെ മരുന്നുകൾക്ക് ഒന്നിനും പഥ്യമില്ല. പക്ഷേ പഥ്യം പറയുന്നത് ചില അസുഖങ്ങൾക്കാണ്. ഉദാഹരണമായിട്ട് ഡയബറ്റീസ് ഉള്ളവർ മധുരമുള്ള ഭക്ഷണങ്ങൾ കഴിച്ചുകൂടാ, കൊളസ്ട്രോള്, BP ഉള്ളവർ കൊഴുപ്പുള്ള എണ്ണ പലഹാരങ്ങൾ ഇതെല്ലാം ഒഴിവാക്കുക. ഇതാണ് പഥ്യം എന്ന് പറയുന്നത്. അല്ലാതെ ഞങ്ങളുടെ മരുന്നിന് ഒരു പഥ്യവുമില്ല. നമുക്ക് വന്നിട്ടുള്ള അസുഖം മാറ്റാനാണ് ഈ പഥ്യം എന്ന് പറയുന്നത്. ഈ കാര്യം കൂടെ പലരുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. കാരണം പലരും സിദ്ധമരുന്നുകൾ കഴിക്കുമ്പോൾ അതിന് വലിയ പഥ്യമാണെന്നുള്ള ഒരു തെറ്റിദ്ധാരണ ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് വരുന്നുണ്ട്. അത് ഒരു തെറ്റിദ്ധാരണയാണ്. ഒരിക്കലും ഞങ്ങളുടെ സിസ്റ്റം മാത്രമല്ല, ആയുർവേദമായിരുന്നാലും അലോപ്പതി ആയിരുന്നാലും എല്ലാ ചികിത്സയിലും മരുന്നുകൾക്ക് വേണ്ടി ഒരു പഥ്യം ഇല്ല. പക്ഷെ അസുഖങ്ങൾക്ക് തീർച്ചയായിട്ടും പഥ്യം വേണം. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. ഇത്രയും പറഞ്ഞുകൊണ്ട് അടുത്ത എപ്പിസോഡിലേക്ക് ഞാൻ വരാം. നന്ദി, നമസ്കാരം.